ആപ്ര നാറികളെ, നിങ്ങൾക്കൊക്കെ മനുഷ്യപ്പറ്റില്ലേ? ഒരു കുടുംബത്തിൽ ഒരു ഈ മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നും ഇന്നലെയുള്ള പരിപാടിയല്ല. അവിടെ ചെന്നിട്ട് ആ മക്കളുമാരെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് നെഞ്ച് തകർന്നു പോകും. അതിൻ്റെ കരച്ചിലും അതിൻ്റെ ഓരോ ഇമോഷൻസും എടുത്തിട്ട് നിങ്ങളൊക്കെ മാധ്യമങ്ങളാണ്, നിങ്ങൾക്ക് മാപ്രകൾ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി വേറെ വല്ല കൂലിവേല വല്ല ചെയ്യും, റീച്ചിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മാതിരി തന്തയില്ലായ്മ ചെയ്യരുത്. ഒരു കുടുംബത്തിൽ അത്ര എന്തൊക്കെ അവരെ വെറുതെ വിട്. അവരുടെ അവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരു അണ്ണാക്കി കയറ്റി സംസാരിക്കുന്ന രീതിയാണ്. ഒരു വീട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് അവിടെ ചെന്ന് കാണിക്കുന്ന മര്യാദ ശരിയാണോ? ഏഷ്യനെറ്റാണ് കൂടുതലായിട്ട് ഇത് കാണിച്ചത്. ഏഷ്യനെറ്റും കാണിച്ചിട്ടുണ്ട്, മിക്കവാറുള്ള എല്ലാ മാപ്പറുകളും അത് കാണിച്ചിട്ടുണ്ട്. വെറും ചെറ്റത്തരമാണ് കാണിക്കുന്നത്. അവരെ വെച്ചിട്ട് അവരുടെ ഫീലിങ്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പം ഈ കാണിക്കുന്ന തെണ്ടിത്തരം. ഇത്രയും വലിയൊരു ലോസ് നടന്നു, ഇത്രയും പേര് മരണപ്പെട്ടു, നമ്മൾക്കതിൽ ദുഃഖമുണ്ട് എല്ലാവർക്കും. അപ്പോൾ പിന്നെ നിങ്ങളതൊരു വല്ലാത്ത രീതിയിലാക്കി അതൊരു ആഘോഷമാക്കി എടുക്കരുത്. അല്ലെങ്കിൽ ഒരു മലയാളി കിട്ടി, ഒരു ഇരയെ കിട്ടിയെന്ന് കണക്കാക്കരുത്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി കഷ്ടപ്പെടാൻ പോയതാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒരു വീട് പകുതിക്ക് വെച്ചു, ലീവ് എഴുതി കൊടുത്തിട്ട് പോയതാണ്. നാട്ടിലൊരു ജോലി കിട്ടി, 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അതിൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു കുടുംബം എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള രീതിയിൽ വെച്ചിട്ട് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും അവർ പോയത്. അത് ഓക്കെ, അത് ഇത്ര വലിയ ദുരന്തം നടന്നു. അവർ വീട്ടിൽ ചെന്നിട്ട് ആ കുഞ്ഞു മക്കളെ, ആ ആ മകളുടെ ആ ഒരു ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു ലജ്ജയില്ലേ എടുത്ത് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ? നിങ്ങൾ വേറെ വല്ല പണിക്ക് വല്ലതും പോകട്ടോ. മാതിരി ചെറ്റത്തരം ഇങ്ങനെ കാണിക്കരുത് ഒരു കുടുംബത്തിന്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ചെയ്യുമോ? ഇതുപോലെ നിങ്ങൾ മൈക്ക് പിടിച്ച് അവിടെ ചെല്ലുമോ? എനിവേ, ഇവന്മാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും പറയണമെന്ന് തോന്നി. ഇത് എത്ര പേര് ഷെയർ ചെയ്യുമെന്നറിയില്ല. എങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. ഈ സൈസ് ഊളകളെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല.